ഹലോ! എല്ലാവർക്കും സുഖാണല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറുപയർ കൊണ്ടുള്ളൊരു അടിപൊളി തോരനാട്ടോ. നമുക്ക് കഞ്ഞീടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചെറുപയർ തോരനാണേ. ഇതിനായിട്ട് തലേ ദിവസമേ കുതിർത്തി വെച്ചിരുന്ന പയർ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എനിക്ക് ഈ തോരൻ കൂടുതലായിട്ട് ഇഷ്ടം കഞ്ഞീരുടെ കഴിക്കാനാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റിലൊന്നിലാണ് ഈ കഞ്ഞിയും പയർ തോരനും. അപ്പം നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതിനായിട്ട് നമുക്കൊരു അരപ്പ് വേണം. അപ്പോൾ ആ പയർ വേവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 2 പിടി തേങ്ങ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂണോളം ജീരകമാണ് കേട്ടോ. ജീരകം ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഒരു 3-4 ചെറുതാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ ഒരു 2 മതിയാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിവിടെ 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു 4-5 ചെറിയ ഉള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് അരച്ചെടുക്കണ്ട. അതായത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുകെല്ലാം ഒന്ന് പൊട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു രീതിയിലല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പയർ വേവിച്ചിട്ട് അതിൽ നമുക്ക് ഈ അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ചൂട് കയറ്റി അതിന് ശേഷം കടുക് താളിച്ച് അതിൽ ചേർത്ത് കൊടുക്കുക. ആ രീതിയിലും ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഈ രീതിയിലും ഉണ്ടാക്കാം, ആ രീതിയിലും ഉണ്ടാക്കാം. അപ്പോൾ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് വട്ടത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി കൂടി ഇട്ട് കൊടുത്ത് അത് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 വറ്റൽമുളക് കൂടി മുറിച്ചതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു 2 തണ്ട് കറിവേപ്പില നമ്മൾ കടുക് താളിക്കുന്നതിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൽ നന്നായിട്ടൊന്ന് ആവി കയറ്റി ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പയറിട്ട് കഴിഞ്ഞാൽ പിന്നെന്താ, നന്നായിട്ട് ഇളക്കി ആ പയറിൽ നമ്മുടെ ഈ അരപ്പ് നന്നായിട്ട് പിടിക്കത്തക്കവണ്ണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ഇതിൽ ആവി കയറ്റി എടുക്കുക കേട്ടോ. തട്ടിപ്പൊത്തി വയ്ക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കിയെടുത്ത് ആവി കയറ്റിയെടുത്താൽ നമ്മുടെ അടിപൊളി പയർ തോരൻ റെഡിയായി കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റാണ് സംഭവം. നമുക്ക് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അല്ല ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട.